നമസ്കാരം. കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിൽ 22 വർഷങ്ങളായി ജയിലിൽ കഴിഞ്ഞിരുന്ന മണിച്ചൻ നെട്ടുകാൽത്തേരി ജയിലിൽ നിന്ന് ജയിൽ മോചിതനായി പുറത്തിറങ്ങിയിട്ട് മാസങ്ങളായി. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് മണിച്ചൻ ജയിൽ മോചിതനായത്. വിഷമദ്യ ദുരന്തം നടന്ന സമയത്ത് മണിച്ചൻ്റെ ഗോഡൌണിൽ നിന്ന് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത ഡയറി കേരള രാഷ്ട്രീയത്തിൽ വൻ കോളിളക്കമുണ്ടാക്കിയിരുന്നു. CPM നേതാക്കളായിരുന്നു മണിച്ചൻ്റെ മാസപ്പടിക്കാരിൽ കൂടുതൽ പേരും. കൂടാതെ CPI-കാരിയായ ഒരു വനിതാ നേതാവിൻ്റെ പേരുമുണ്ടായിരുന്നു മണിച്ചൻ്റെ ഡയറിത്താളിൽ. കല്ലുവാതുക്കൽ മദ്യദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച PV മോഹൻകുമാർ കമ്മീഷന്റെ റിപ്പോർട്ടിലും CPM നേതാക്കളുടേതടക്കമുള്ള പേരുകൾ പരാമർശിച്ചിരുന്നു. CPM-ന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പിന്നീട് പുറത്തുവന്നു. വിജിലൻസ് റിപ്പോർട്ടിൽ 2 CPM നേതാക്കളുടെയും ഒരു വനിതാ നേതാവിൻ്റെയും പേരുകൾ ഉണ്ടായിരുന്നുവെങ്കിലും തുടർ നടപടികൾ അട്ടിമറിക്കപ്പെട്ടു. കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിലെ പ്രതിയായ മണിച്ചനോട് ഭരണകക്ഷി നേതാക്കളിൽ ആരെല്ലാം എത്ര തുക വീതം മാസപ്പടി വാങ്ങിയതായാണ് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രത്യേക അന്വേഷണ വിഭാഗം 2000 ഡിസംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതെന്ന് വ്യക്തമാക്കാമോ? ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നേതാക്കൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ ചോദ്യങ്ങൾ അന്ന് വർക്കല MLA ആയിരുന്ന വർക്കല കഹാർ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരോട് നിയമസഭയിൽ ചോദിച്ചതാണ്. നായനാരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: മണിച്ചൻ എന്ന് വിളിക്കുന്ന ചന്ദ്രൻ എന്ന അബ്കാരി കരാറുകാരൻ രാഷ്ട്രീയ പ്രവർത്തകരായ കടകംപള്ളി സുരേന്ദ്രന് 60,000 രൂപയും ഭാർഗവി തങ്കപ്പന് പല തവണയായി 3,30,000 രൂപയും സത്യനേശന് 3,37,000 രൂപയും പേരൂർക്കട സദാശിവന് 1,00,000 രൂപയും MI ഷാനവാസന് 50,000 രൂപയും കോലിയക്കോട് കൃഷ്ണൻ നായർക്ക് 30,000 രൂപയും മുതാക്കൽ ശ്രീധരന് 2,000 രൂപയും അജിത് എന്ന വ്യക്തിക്ക് 75,000 രൂപയും നൽകിയെന്ന് ആദായ നികുതി വകുപ്പ് അധികൃതർ മണിച്ചനിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ വിവരിച്ചിട്ടുള്ളതായി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ പേരുകാരിൽ കടകംപള്ളി സുരേന്ദ്രനും ഭാർഗവി തങ്കപ്പനും മാത്രമേ പബ്ലിക് സർവൻസ് എന്ന നിർവചനത്തിൽ പെടുന്നുള്ളൂ. കല്ലുവാതുക്കൽ മദ്യദുരന്തമുണ്ടായതിനു ശേഷം മണിച്ചനിൽ നിന്നാണ് രാഷ്ട്രീയ, പോലീസ്, എക്സൈസ്, മദ്യമാഫിയ കൂട്ടുകെട്ടിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. മദ്യമുതലാളിമാരും മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും വരെ മണിച്ചനെ കാണാൻ ക്യൂ നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 2000 ഒക്ടോബർ 21 നടന്ന കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തത്തിൽ 31 പേർ മരണപ്പെടുകയും 6 പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും 500-ലധികം പേർ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. കല്ലുവാതുക്കൽ താത്ത എന്നറിയപ്പെട്ടിരുന്ന ഹൈറുന്നീസയുടെ വ്യാജ മദ്യ കേന്ദ്രത്തിൽ നിന്ന് മദ്യം കഴിച്ചവർക്കാണ് ദുരന്തമുണ്ടായത്. ഹൈറുന്നീസയ്ക്ക് ചാരായം എത്തിക്കുന്നത് മണിച്ചനാണെന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം ഇയാളിലേക്ക് എത്തിയത്. മണിച്ചൻ്റെ വീട്ടിലെ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരുന്ന വ്യാജമദ്യം കണ്ടെടുക്കുകയും സ്പിരിറ്റിൽ മീഥൈൽ ആൽക്കഹോൾ കലർത്തി വിതരണം ചെയ്തതാണ് മദ്യ ദുരന്തത്തിന് കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആദ്യം പിടിയിലായ ഹൈറുന്നീസയാണ് വ്യാജ വാറ്റ കേന്ദ്രത്തിന് രാഷ്ട്രീയ സഹായമുണ്ടെന്ന വിവരം ആദ്യമായി പുറത്തുവിട്ടത്. ഇതോടെ അന്നത്തെ ഇടത് സർക്കാർ പ്രതിക്കൂട്ടിലായി. മണിച്ചൻ്റെ ഓഫീസിലും ഗോഡൌണിലും ആദായ നികുതി ഉദ്യോഗസ്ഥർ 1999 ഒക്ടോബറിൽ നടത്തിയ റെയ്ഡിലാണ് മണിച്ചൻ്റെ മാസപ്പടി ഡയറി കണ്ടെടുത്തത്. ഇത് വൻ കോളിളക്കമാണ് കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കിയത്. ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും 10,000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ മാസപ്പടിയായി കൊടുത്തിരുന്നു എന്നായിരുന്നു ഡയറിയിൽ ഉണ്ടായിരുന്നത്. ഇക്കാര്യം ആദായ നികുതി ഉദ്യോഗസ്ഥർ സർക്കാരിനെ അറിയിച്ചെങ്കിലും ഈ ഡയറി പൂഴ്ത്തിവെച്ചു. പിന്നീടാണ് കല്ലുവാതുക്കൽ മദ്യദുരന്തമുണ്ടായത്. അതിനുശേഷമാണ് ഈ ഡയറി വീണ്ടും ചർച്ചയായത്. അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി M സത്യനേശൻ, കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ CPI-യുടെ MLA ഭാർഗവി തങ്കപ്പൻ, കോൺഗ്രസ് നേതാവ് MI ഷാനവാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരുടെ പേരുകൾ മണിച്ചൻ്റെ ഡയറിയിൽ വ്യക്തമായുണ്ടായിരുന്നു. അന്നത്തെ നായനാർ മന്ത്രിസഭയിലെ എക്സൈസ് മന്ത്രിക്കെതിരെയും നായനാരുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്ന P ശശിക്കെതിരെയും ആരോപണമുണ്ടായിരുന്നു. ഡയറിയിലുണ്ടായിരുന്ന 20 പേരുടെ പേരുകൾ പുറത്തുവന്നതോടെ മണിച്ചൻ തഴച്ചു വളർന്നത് രാഷ്ട്രീയക്കാരുടെയും സർക്കാരിൻ്റെയും പിൻബലത്തിലാണെന്ന് പൊതുജനം തിരിച്ചറിഞ്ഞു. മണിച്ചൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് സത്യനേശനും വാങ്ങിയത് എന്നുമുള്ള കടകംപള്ളി സുരേന്ദ്രൻ്റെ വരട്ടു ന്യായത്തിന് എല്ലാവരും വെവ്വേറെ കാശ് വാങ്ങുന്നത് എന്തിനാണെന്ന് നന്നായി മനസ്സിലാകും എന്നായിരുന്നു കല്ലുവാതുക്കൽ വ്യാജ മദ്യ ദുരന്ത കേസ് അന്വേഷിച്ച VP മോഹൻകുമാർ കമ്മീഷന്റെ പരാമർശം. മണിച്ചനോട് കൈക്കൂലി വാങ്ങിയ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് VP മോഹൻകുമാർ കമ്മീഷൻ സത്യവാങ്മൂലം വാങ്ങിയിരുന്നു. പണം വാങ്ങിയതായി ഇവർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ കമ്മീഷൻ ശുപാർശ ചെയ്തുവെങ്കിലും അത് വെള്ളത്തിൽ വരച്ച വര പോലെയായി. റിപ്പോർട്ടിൽ പരാമർശിച്ച രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മാസപ്പടി കേസിൽ 3 രാഷ്ട്രീയക്കാരും 12 പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥരുമടക്കം 15 പേർക്കെതിരെ 2004 മാർച്ചിൽ വിജിലൻസ് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന M സത്യനേശനെതിരെ 6 കുറ്റപത്രങ്ങളും മറ്റ് 14 പ്രതികൾക്കെതിരെ ഓരോ കുറ്റപത്രവുമാണ് വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് മുൻ SP T ശ്രീശുഗൻ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്.
കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥരിൽ പലരും പിന്നീട് കുറ്റവിമുക്തരാകുകയും സർവീസിൽ തിരിച്ചു കയറുകയും ചെയ്തു. മണിച്ചനും മാനേജർ ബാലചന്ദ്രനും കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷികളായി. സ്വന്തമായി അന്നേ അന്വേഷണ കമ്മീഷനുള്ളവരാണ് CPM. അവരുടെ കേസുകൾ അവർ അന്വേഷിക്കും. കുറ്റക്കാരാണെങ്കിലും അല്ലെങ്കിലും ഉളുപ്പില്ലാതെ ന്യായീകരിക്കും. ഈ കേസിലും അതുതന്നെ സംഭവിച്ചു. പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം CPM ചുമതലപ്പെടുത്തിയ പിരപ്പൻകോട് മുരളി കൺവീനറായ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് CPM നേതാക്കൾ മണിച്ചനോട് കോടികൾ വാങ്ങിയെന്നാണ്. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ ഭാർഗവി തങ്കപ്പനെ CPI പുറത്താക്കി. പിന്നീട് ഇവർ പാർട്ടിയിൽ തിരിച്ചെത്തിയെങ്കിലും സജീവമായില്ല. M സത്യനേശനെ പുറത്താക്കി CPM കൈകഴുകി. സത്യനേശൻ മണിച്ചനോട് കാശ് വാങ്ങിയത് വ്യക്തിപരമായ ആവശ്യത്തിനു വേണ്ടിയാണെന്ന് പാർട്ടി തന്നെ അന്വേഷണ കമ്മീഷന് മുന്നിൽ സമ്മതിച്ചു. പാർട്ടിക്ക് വേണ്ടിയാണ് താൻ കാശ് വാങ്ങിയതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതോടെ അദ്ദേഹത്തിനെതിരായ നടപടിയും പാർട്ടി അവസാനിപ്പിച്ചു. പിന്നീട് അദ്ദേഹം MLAയും മന്ത്രിയുമൊക്കെയായി എന്നത് വേറെ കാര്യം. കടകംപള്ളി സുരേന്ദ്രന് 50,000 രൂപ നൽകിയെന്ന വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട് 2005 കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മണിച്ചൻ പറഞ്ഞത് താൻ കടകംപള്ളിക്ക് പണം നൽകിയിട്ടില്ല എന്നായിരുന്നു. ഇക്കാര്യം മണിച്ചൻ്റെ മാസപ്പടി ഡയറിയിൽ ഉണ്ടല്ലോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു മണിച്ചൻ്റെ മറുപടി. മാസപ്പടിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നുമായിരുന്നു പിന്നീട് കടകംപള്ളി പറഞ്ഞത്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അധികാരമുള്ളവൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അത് ആരോപണം, രാഷ്ട്രീയ പ്രേരിതം. മണിച്ചൻ്റെ മാസപ്പടി ഡയറിയിൽ പേരുള്ള കടകംപള്ളി സുരേന്ദ്രനെയും ഭാർഗവി തങ്കപ്പനെയും വിജിലൻസ് കേസിൽ നിന്ന് ഒഴിവാക്കേണ്ടെന്നായിരുന്നു സർക്കാർ തീരുമാനമെങ്കിലും ഈ സർക്കാർ പ്രഖ്യാപനം പിന്നീട് നടപ്പിലായില്ല. രാഷ്ട്രീയക്കാർ പണം പറ്റുന്നത് സംഭാവനയുടെ പരിധിയിൽ വരുമെന്നും മണിച്ചനോട് പണം വാങ്ങി ഇവർ വ്യാജ മദ്യ വിൽപ്പനയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് വ്യക്തമായ തെളിവ് കിട്ടിയാലേ അഴിമതി നിരോധന നിയമപ്രകാരം രാഷ്ട്രീയക്കാർക്കെതിരായ കേസ് നിലനിൽക്കൂ എന്നുമായിരുന്നു വിജിലൻസിന് കിട്ടിയ നിയമോപദേശം. മണിച്ചൻ ആദായ നികുതി വകുപ്പിന് നൽകിയിരുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന രാഷ്ട്രീയക്കാരുടെ പേരുകൾ തെളിവായി സ്വീകരിക്കാൻ വിജിലൻസ് തീരുമാനിച്ചെങ്കിലും ഉന്നത ഇടപെടലിനെ തുടർന്ന് ഇത് മുക്കി. കള്ളുഷാപ്പിന്റെ മറവിൽ നടന്ന വ്യാജവാറ്റിനും വ്യാജ മദ്യ കച്ചവടത്തിനും രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയുണ്ടെന്നായിരുന്നു കേസ് അന്വേഷിച്ച അന്നത്തെ ക്രൈംബ്രാഞ്ച് IG CB മാത്യൂസിന്റെ കണ്ടെത്തൽ. മണിച്ചനും ഹൈറുന്നീസയും അടക്കം കേസിലെ 26 പ്രതികളും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. ഹൈറുന്നീസ 2009 ശിക്ഷയ്ക്കിടയിൽ മരണപ്പെട്ടു. മണിച്ചൻ്റെ സഹോദരങ്ങളെ ശിക്ഷയിളവ് നൽകി കോടതി മോചിപ്പിച്ചു. ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും പൂർണ്ണമായി പരാജയപ്പെട്ട നായനാർ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ കേസായിരുന്നു കല്ലുവാതുക്കൽ മദ്യദുരന്തം. വൈപ്പിൻ വിഷമദ്യ ദുരന്തത്തിനു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ വിഷമദ്യ ദുരന്തമായിരുന്നു കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തോൽവിയുണ്ടായി. അന്വേഷണ കമ്മീഷൻ്റെയും വിജിലൻസിൻ്റെയും റിപ്പോർട്ടുകളിന്മേൽ സർക്കാർ തുടർ നടപടികൾ എടുത്തില്ല. അതോടെ മാസപ്പടി ആരോപണങ്ങൾ എല്ലാവരും മറന്നു. കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുന്ന ഏറ്റവും ഒടുവിലത്തെ പ്രതിയാണ് മണിച്ചൻ. നായനാർ സർക്കാരിൻ്റെ കാലത്ത് ജയിലിലായ മണിച്ചൻ പുറത്തിറങ്ങുന്നത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ് എന്ന പ്രത്യേകതയുമുണ്ട്. വിജിലൻസ് കോടതിയിലാണ് ഈ മാസപ്പടി ഡയറി ഇപ്പോഴുള്ളത്. പുറത്തിറങ്ങിയ മണിച്ചൻ പഴയ രഹസ്യങ്ങളെല്ലാം പുറത്തുവിടും എന്നു തന്നെയായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് മണിച്ചൻ ഇപ്പോഴും മൗനത്തിലാണ്. അത് ആരെ ഭയന്നാണ് എന്നുള്ളത് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നെങ്കിലും ആ രഹസ്യങ്ങൾ മണിച്ചൻ പുറത്തുവിടുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം.